നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. കാരണം നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഫോൺ എവിടെ വെച്ചെങ്കിലും മറന്നു പോവുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്താൽ ആ ഫോൺ എങ്ങനെ തിരിച്ചു കിട്ടും? അതോടൊപ്പം തന്നെ നമ്മുടെ ഫോണിൽ നിരവധി ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. നാം അറിയാതെ തന്നെ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആവലുമുണ്ട് പല ലിങ്കുകൾ വഴിയും. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോണിൽ നാം സേവ് ചെയ്തിരിക്കുന്ന പാസ്വേഡുകൾ ഇതെല്ലാം കണ്ടെത്താൻ വേണ്ടി പല തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ശ്രമിക്കുന്നുണ്ട്. ഇവയൊക്കെ എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും? ഇത് നമ്മുടെ സെറ്റിങ്സിൽ തന്നെ അടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇത്തരത്തിലുള്ള ടെക്നോളജിപരമായ അറിവുകൾക്ക് ജാഫർ പൊന്നാനി എന്ന ഫേസ്ബുക്ക് പേജും ജാഫർ പൊന്നാനി എന്ന യൂട്യൂബ് ചാനലും എല്ലാ കൂട്ടുകാരും ഫോളോസും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ തന്നെ അടങ്ങിയിരിക്കും. നമുക്ക് ഫോണിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെക്യൂരിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പ്ലേ പ്രൊട്ടക്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ഫോണിൽ അൺനോൺ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ടോ, അതോടൊപ്പം തന്നെ മറ്റുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഹറാസ്മെൻ്റ് ആയ ആപ്ലിക്കേഷൻ ഉണ്ടോ എങ്കിൽ നമുക്കിവിടെ സ്കാൻ ചെയ്തുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റോളം ആവും. ഞാനിപ്പോൾ നേരത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്കാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒറ്റ ആപ്ലിക്കേഷൻ അത്തരത്തിലില്ല. അപ്പോൾ നിങ്ങൾ സ്കാൻ ചെയ്ത് നോക്കുക. ഞാൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് വർദ്ധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ അത് ചെക്ക് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ ഓപ്ഷനാണ് ഫൈൻഡ് മൈ ഡിവൈസ്. ഇത് എല്ലാ കൂട്ടുകാരും എനേബിൾ ചെയ്ത് വെക്കുക. ഫൈൻഡ് മൈ ഡിവൈസ് വെബ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് ഏതെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഫോണ് എവിടെയാണ്, ഏത് ലൊക്കേഷനിലാണ്, ഏത് ഭാഗത്താണ്, ഏത് വൈഫൈ ആണ് കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഫോണിന് സൗണ്ട് വരുത്തിക്കാം. നമ്മുടെ ഫോണിലെ ഡാറ്റാസുകളൊക്കെ നമുക്ക് ഒഴിവാക്കാം, സെക്യൂർ ചെയ്യാം. കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഓപ്ഷനൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അതിനായിട്ട് ഇപ്പം എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. ഞാനിവിടെ കമ്പ്യൂട്ടറിൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എൻ്റെ ഫോണ് ഇതവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് കാണില്ല, ഏത് ലൊക്കേഷനിലാണ് ഉള്ളത് എന്ന് കറക്റ്റായിട്ട് തന്നെ അറിയാനായിട്ട് സാധിക്കും. ഏത് ലൊക്കേഷനിലാണ്, ഏത് ഭാഗത്താണ്. അതോടൊപ്പം തന്നെ ഇവിടെ കുറച്ച് ഓപ്ഷൻസുകളുണ്ട്. എയർസ് ഡിവൈസ്, അതോടൊപ്പം തന്നെ എൻ്റെ ഫോണിലെ സൗണ്ട് നമുക്ക് ആക്കാം. സെക്യൂർ ഡിവൈസ് ഒന്നുകൂടി സെക്യൂർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ എപ്പോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ എവിടെ ഉണ്ടെന്ന് അറിയാൻ സാധിക്കാം. ആ ഫോൺ നമുക്ക് ബെല്ല് ചെയ്യിപ്പിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ പ്ലേ സൗണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ ബെല്ലടിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ഇതുപോലെ 5 മിനിറ്റോളം നമുക്ക് ഫോൺ റിങ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിർബന്ധമായിട്ടും എല്ലാവരും എനേബിൾ ചെയ്ത് വെക്കേണ്ടതുണ്ട്. എല്ലാവരും എനേബിൾ ചെയ്ത് വെക്കുക. കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ലൊക്കേഷൻ അറിയിച്ചു തരുന്ന ഒരു കിടിലൻ മെത്തേഡുകളാണ് ഇതെല്ലാം. ഫൈൻഡ് മൈ ഡിവൈസ് നമ്മുടെ ഇമെയിൽ ഐഡിയോട് കൂടി കണക്ട് ചെയ്യേണ്ടതാണ് ഇത്. അപ്പോൾ അതിൻ്റെ വിശദമായ വീഡിയോകൾ വരും ദിവസങ്ങൾ വരും. ഞാനിതിൻ്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. കാരണം വീഡിയോയുടെ ലെങ്ത് ഒരുപാട് വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ പല കൂട്ടുകാരും വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ ഗൂഗിൾ പ്ലേ പ്രൊട്ടക്റ്റ് എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോൺ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഫോണിലെ സെക്യൂരിറ്റി കൂടുതൽ വർദ്ധിക്കുകയും ഫോണിലെ ഓരോ പോരായ്മകളും പരിഹരിച്ചു കൊണ്ടാണ് ഓരോ ഡിവൈസുകളും പുറത്തിറക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ തന്നെ നമ്മുടെ ഫോൺ കൂടുതൽ സെക്യൂർ ആവാൻ നമ്മുടെ ഏതെങ്കിലും അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. സെക്യൂരിറ്റി സ്കാൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും അൺനോൺ ആയിട്ടുള്ള ആപ്ലിക്കേഷനോ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനോ ഉണ്ടെങ്കിൽ നമുക്കിവിടെ കാണിച്ചു തരും. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. എൻ്റെ ഒറ്റൊന്നും അത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകളില്ല. പല ആപ്ലിക്കേഷനുകളും നമ്മളെ ഫോണിൽ കയറി കൂടിയിട്ടാണ് നമ്മുടെ ഫോണിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറേയൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ഡിവൈസ് അഡ്മിൻ ആപ്പ് ഫൈൻഡ് മൈ ഡിവൈസ് എന്നത് മാത്രം നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ളത് ഒന്നും നമ്മൾ എനേബിൾ ചെയ്യാതിരിക്കുക. കാരണം ഏത് സമയത്തും നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടുന്ന ഒരു മെത്തേഡാണ് ഫൈൻഡ്, നിങ്ങൾ കണ്ടതുപോലെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇത്തരത്തിലാണ് ഫോണിൻ്റെ കൂടുതൽ കാര്യങ്ങൾ. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അടുത്തത് നമുക്ക് പ്രൈവസി എന്നുള്ള ഓപ്ഷനിലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രൈവസി ഡാഷ്ബോർഡ്, അക്സസിബിലിറ്റി സെറ്റിങ്സ്, പെർമിഷൻ മാനേജർ, നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷനുകൾ
ആണ് ഉപയോഗിക്കുന്നത്, കലണ്ടർ ഏതൊക്കെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ക്യാമറയ്ക്ക് 77 ആപ്ലിക്കേഷൻ നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഏതെല്ലാമാണെന്ന് നോക്കിയിട്ട് ആവശ്യമില്ലാത്തതൊക്കെ ഡിസേബിൾ ചെയ്യുക. ഇത്തരത്തിലുള്ള ഫോണിൽ അടങ്ങിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് 99-100% നമുക്ക് സെക്യൂർ ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോകൾ ഇതിനെക്കുറിച്ചുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ വരും വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. ജാഫർ പൊന്നാനി എന്ന യൂട്യൂബ് ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ സെറ്റിങ്സുകളിലെ കൂടുതൽ കാര്യങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.